വെൽക്കം ബാക്ക്. അപ്പം 20,000 രൂപ റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഫോൺ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന രണ്ട് ഫോണാണ്. ഒന്ന് iQOOയുടെ Z9 പിന്നെ അതുപോലെ തന്നെ വരുന്ന വിവോയുടെ T3 ആണ്. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഡിസൈൻ്റെ കാര്യത്തിലും ബ്രാൻഡ് കാര്യത്തിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അതിൽ വരുന്ന വിവോയുടെ T3 5G എന്ന ഫോണിൻ്റെ ഒരു ക്വിക്കായിട്ടുള്ള അൺബോക്സിങ് റിവ്യൂ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അൺബോക്സിംഗ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം ഇത് ഓൾറെഡി ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടാണ് കിട്ടിയത്. എന്നാലും ഞാൻ ബേസിക്കലി എന്തൊക്കെയാണ് ഇതിലുള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സോ ഇതുപോലുള്ളൊരു വൈറ്റ് ബോക്സിലാണ് ഫോൺ വരുന്നത്. ഇവിടെ T3 എന്നും 5G എന്നും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഫോണാണ് കിട്ടുന്നത്. പിന്നീട് യൂസർ മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്പാരൻ്റ് കേസ് ഫോണിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നീട് 44 വാട്ടിൻ്റെ ഒരു അഡാപ്റ്റർ, പിന്നീട് Type A to Type C ഉള്ളൊരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ഫൈനലായിട്ട് ഒരു സിം ഇജക്ഷൻ ടൂളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫോൺ. ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ ബിൽഡ് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ബിൽഡ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലൊരു ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്. ഇതിൽ ആക്ച്വലി 2 മാത്രമേ ക്യാമറ വരുന്നുള്ളൂ. ഒന്ന് ഒരു ഫ്ലിക്കറിങ്ങിന് വേണ്ടിയുള്ള ലെൻസാണ്, വലിയ ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു മാറ്റ് ഫിനിഷാണ്, കാണാൻ ഇറ്റ്സ് ഓക്കെ. ഇതിൻ്റെ ഒരു വേറൊരു കളറും കൂടി ഉണ്ട് വരുന്നത്. അതിലൊരു ഡയമണ്ട് കട്ട് ഡിസൈനാണ് വരുന്നത്. ഇതിലത് കാണുന്നില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. 188 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. 7.8 mm തിക്നെസ് മാത്രമേ ഫോണിന് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഓവറോൾ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കിക്കഴിഞ്ഞാൽ താഴത്തായിട്ട് സിം ട്രേ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ USB Type C പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, മുകളിലായിട്ട് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. പിന്നീട് ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല. റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺ, അതുപോലെ തന്നെ പവർ ഓൺ ബട്ടൺ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഇതുതന്നെയാണ് മെയിനായിട്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. അങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ വലിയ പ്രീമിയം ഫീലും കാര്യങ്ങളൊന്നുമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ. ഇനി ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു AMOLED 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 1800 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ട് ഡിസ്പ്ലേ തന്നെയാണ്. അങ്ങനെ ഡിസ്പ്ലേയുടെ ബെസൽസ് ഒക്കെ തന്നെ നല്ലോണം കുറവാണ്, കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേ വൈസ് ഉഗ്രം തന്നെയാണ്. HDR സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഡ്യുവലായിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഫോണിന് വരുന്നുണ്ട്. ഒന്ന് മുകളിലുള്ള സ്പീക്കർ തന്നെയാണ് സ്റ്റീരിയോ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവരുടെ UI ഫൺ ടച്ച് OS വരുന്ന ഒരുപാട് ബ്ലോട്ട് വയേഴ്സ് ഫോണിൽ വരുന്നുണ്ട്. ഒരുപാട് ഹോട്ട് ആപ്സ്, അതുപോലെ ഹോട്ട് ഗെയിംസിൻ്റെ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ചാറ്റ്, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെയുള്ള ഒട്ടുമിക്ക പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്നത്. അതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആപ്പ് തന്നെയാണ്. എന്നാലും തുറന്ന് കഴിയുമ്പോൾ അതൊരു ഷോക്കായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മളൊരു ഫോൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത്, തുറക്കുന്ന സമയത്ത് ഫുള്ളി എന്തെല്ലോ ആപ്ലിക്കേഷൻ കാണുമ്പോൾ തന്നെ മൂഡ് പോയി. അപ്പം UI അത്യാവശ്യം നല്ല സ്മൂത്താണ്. 120 Hz റിഫ്രഷ് റേറ്റൊക്കെ ഉണ്ട്. അത് നല്ല സ്മൂത്തായിട്ട് ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും പറയാനില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത് Android 14 ഫൺ ടച്ച് OS 14 ആയിട്ടാണ് വരുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും വിവോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാമറ പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറയാണ് റിയറിൽ വരുന്നത്. 2 MB ഡെപ്ത് ക്യാമറയും വരുന്നുണ്ട്. പിന്നീട് ഒരു ഫിൽറ്ററിങ്ങിന് വേണ്ടിയുള്ള ലെൻസാണ് റിയറിൽ കൊടുത്തിട്ടുള്ളത്. വലിയ ഫ്ലാഷൊക്കെ വരുന്നുണ്ട്, പക്ഷേ വലിയ ഫ്ലാഷ് ആയാലും നോർമൽ ആയിട്ടുള്ള ലൈറ്റ് മാത്രമേ അതിൽ നിന്ന് വരുന്നുള്ളൂ. വലിയ ലൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. പ്രൈമറി ക്യാമറ സോണിയുടെ IMX882 സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ തന്നെയാണ്. എസ്പെഷ്യലി പോർട്രേറ്റ് മോഡിൽ നമുക്ക് 2x പോർട്രേറ്റ് ഒക്കെ തന്നെ നമുക്ക് ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ക്യാമറ വൈസ് അത്യാവശ്യം നല്ല ക്യാമറ ആയിട്ടാണ് തോന്നിയത് ഫോട്ടോയിൽ. അത് 15 MB മോഡ് വരുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റുന്നിരിക്കും. പോർട്രേറ്റിൽ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നൈറ്റ് മോഡ് വരുന്നുണ്ട്. പിന്നീട് വീഡിയോ ആണെങ്കിൽ നമുക്ക് 1080 നമുക്ക് 13 ഷൂട്ട് ചെയ്യാം, 1080 16 ഷൂട്ട് ചെയ്യാം. 4K നമുക്ക് 30 മാത്രമേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് 1080 30 മാത്രമേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. പിന്നീട് ഫീച്ചേഴ്സിൽ പോവുകയാണെങ്കിൽ ഡുവൽ വ്യൂ മോഡ് വരുന്നുണ്ട്. വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ ഒരു മോഡ് കൊടുത്തിട്ടുണ്ട്. പ്രോ മോഡ് വരുന്നുണ്ട്. സ്ലോ മോഷൻ എന്ന് പറയുന്നത് നമുക്ക് 240 വരെയുള്ള സ്ലോ മോഷൻ വീഡിയോ നമുക്ക് HD ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ ആ പോർട്രേറ്റ് ഫോട്ടോസ് അത്യാവശ്യം നല്ല രീതിയിലായിട്ട് തോന്നി. 2x നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. വീഡിയോ ഒക്കെ തന്നെ OIS ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 4K. ഇത് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന ഫുട്ടേജാണ്. സൗണ്ടും ഈ ഒരു മൈക്കിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ
സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇപ്പം അങ്ങനെ റൂമിൽ അങ്ങനെ വലിയ നോയ്സും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ ഫാൻ്റെ നോയ്സ് ഉണ്ട്. അതല്ലാതെ ക്വാളിറ്റി വൈസ് നല്ല ക്വാളിറ്റി, നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. കൊള്ളാം, ഫ്രണ്ട് ക്യാമറ കൊള്ളാം. ഇതാണ് ഈ ഒരു ഫോണിൻ്റെ 4K at 13 FPS ഷൂട്ട് ചെയ്യുന്ന ഫുട്ടേജ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ക്വാളിറ്റി ഒക്കെ? അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ക്വാളിറ്റി ഉള്ള വിഷ്വൽ തന്നെയാണ് കിട്ടുന്നത്. ക്യാമറ വൈസ് ഇറ്റ്സ് ഗുഡ്. ഒറ്റ ക്യാമറ മാത്രമേ ഉള്ളെങ്കിൽ അൾട്രാ വൈഡും കാര്യങ്ങളൊന്നും ഈ ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ച് നമുക്ക് കിട്ടുന്നില്ല. ബട്ട് ആ ഒരു ഒറ്റ ക്യാമറയിൽ തന്നെ അത്യാവശ്യം കൊള്ളാം, ഡീസൻ്റ് ആയിട്ടുള്ള നല്ല പെർഫോമൻസ് ക്യാമറയിൽ നിന്ന് തരുന്നുണ്ട്. ഫ്രണ്ട് ആണെങ്കിൽ 16 MB സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ തന്നെയാണ്. വീഡിയോയിലാണെങ്കിലും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള കുറ്റവും കുറവൊന്നും പറയാനില്ല. നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ക്യാമറയും ഫോണിന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നതിൻ്റെ പെർഫോമൻസ് ആണ്. ഇതിൽ വരുന്നത് MediaTekൻ്റെ Dimensity 7200 എന്ന പ്രോസസ്സറാണ്. ഈ ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബെസ്റ്റായിട്ടുള്ള ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ആൻറ്റു ബെഞ്ച്മാർക്ക് സ്കോർ എന്ന് പറയുന്നത് അറൗണ്ട് 7,13,000 ഒക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ഞാൻ BGM ഒക്കെ തന്നെ കളിച്ച് നോക്കി. ഞാനങ്ങനെ വലിയ പ്രോ ആയിട്ടുള്ള ഗെയിമർ അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതിൽ നമുക്ക് ഗ്രാഫിക്സ് സെറ്റിങ്സ് എന്ന് പറയുന്നത് സ്മൂത്തിൽ എക്സ്ട്രീം, അതുപോലെ തന്നെ HDR നമുക്ക് അൾട്രയിലും നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സ്മൂത്ത് എക്സ്ട്രീമിൽ ഇടുമ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ അങ്ങനെ ഗ്ലിച്ചോ കാര്യങ്ങളോ ലാഗും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഗെയിം കളിക്കുന്ന ഒരാളല്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ എക്സ്ട്രീമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. അപ്പം ഞാൻ നോർമലി കളിച്ച സമയത്ത് ഇറ്റ്സ് ഓക്കെ, നല്ല രസമൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും എവിടെയും തോന്നിയിട്ടൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് റൺ ആവുന്നുണ്ട്. 5000 mAh ബാറ്ററി, 44 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് ബോക്സിന് തന്നെ വരുന്നുണ്ട്. ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ച്, ഇതിപ്പം 256 GB സ്റ്റോറേജ് വേരിയൻ്റാണ്. ഇതിൻ്റെ പ്രൈസ് 22,000 ആണ്. 21,999 രൂപ, 1 രൂപ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് പറയാം. അപ്പം 22,000 രൂപ പ്രൈസ് സെഗ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഫോൺ ഓൾറെഡി പറഞ്ഞു, 2 ഫോണാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇതും iQയുടെ Z9 ആണ്. അപ്പോൾ 2 ഫോൺ എടുത്താലും സെയിം തന്നെയാണ്. ഡിസൈനിൻ്റെ കാര്യത്തിൽ മാത്രമേ ആ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. ഇതിലാണ് നമുക്ക് ആ ഒരു ഫ്ലിക്കറിൻ്റെ ലെൻസ് വരുന്നുണ്ട്, അതിലത് വരുന്നില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസൈനിൻ്റെ വ്യത്യാസം അതിന് വരുന്നുണ്ട്. അതല്ലാതെ വലിയ വ്യത്യാസം തന്നെ ഇല്ല. നമുക്കിപ്പം സർവീസ് ആണെങ്കിൽ തന്നെ വിവോയുടെ സർവീസ് സെൻറ്ററിൽ തന്നെയാണ് iQയും കൊടുക്കേണ്ടത്. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആയിട്ടൊന്നും പറയാനുമില്ല. സോ ഏത് ഫോൺ എടുത്താലും നമുക്ക് സെയിം തന്നെയാണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ല ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ്, ഒട്ടുമിക്ക എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ ഇതൊരു ബെസ്റ്റ് ഫോണായിട്ടാണ് തോന്നിയത്. അങ്ങനെ എവിടെയും അങ്ങനെ ഇതൊന്നുമില്ല. നല്ല സ്റ്റീരിയോ സ്പീക്കേഴ്സ്, നല്ല ലൗഡായിട്ടുള്ള സ്പീക്കേഴ്സാണ്. അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഡിസ്പ്ലേ ആണെങ്കിലും ഓവറോൾ പെർഫോമൻസ് ഒക്കെ തന്നെ ഗുഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.